സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാനും ചെയ്തു തരണ്ടേ? ഐ ലവ് യു കൈലാഷ്. കരുനാഗം കണ്ടുകൊണ്ട് വന്ന പണി പാളോന്ന് പ്രിയഞ്ചേട്ടൻ അപ്പോഴേ പറഞ്ഞതാ. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ജോലി സമയത്ത് കളിക്കാൻ സമ്മതിച്ചത്. തെറ്റ് എന്റെ അല്ലേ? നീ എന്തിനാ കുറ്റം ഏറ്റെടുത്തത്? ഇവളുടെ വലിയൊരു കുഴപ്പം ഇത്. അറ്റവും മൂലയും മാത്രം കേട്ടിട്ട് അത് വിളിച്ചു പറയും. രഘു വേറെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇവള് കേട്ടതോ കരുനാഗ ഉച്ചയ്ക്ക് ശേഷം വരൂ എന്നും. എന്നിട്ട് എല്ലാരും കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കും ചെയ്തു. അയാൾ അങ്ങനെ എന്നെയാ പറഞ്ഞത്. ഞാൻ ശരിക്കും കേട്ടതാ ജയന്തേച്ചി. കരുനാഗവും രഘുവും തരികിടയുടെ ആശാമാരാ. അയാൾ ഉച്ചയ്ക്ക് ശേഷേ വരൂന്ന് കള്ളം പറയാൻ അയാള് രഘുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. രഘു കള്ളം പറയുന്നതായിരിക്കും ഇവള് കേട്ടത്. ഇവളുടെ മണ്ടത്തരത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഈ പാറു. ഇത് നിന്റെ ചെവിയിൽ ഇറക്കണം. അപ്പോഴേ ഇതിന്റെ വേദന നിനക്ക് മനസ്സിലാവും. സൗസോ എങ്ങോട്ടാ? സോറി പാറു, അയാള് പെട്ടെന്ന് കയറി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. അന്താക്ഷരി കളിക്കാൻ എല്ലാരെയും നിർബന്ധിച്ചത് ഞാനാണെന്ന് അയാളോട് പറയാൻ ഞാൻ നോക്കിയതാ. ജയന്തേച്ചി ഇടയിൽ കയറി സംസാരിച്ചപ്പോ എനിക്കത് പറയാൻ പറ്റിയില്ല. എനിക്ക് പറ്റിയ തെറ്റിന് നീ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. എല്ലാരെയും കളിക്കാൻ നിർബന്ധിച്ചത് ഞാനാണെന്ന് ഞാൻ അയാളോട് പറയാൻ പോവുക. അയ്യോ വേണ്ട സൗന്ദര്യ, നീ അത് പോയി പറഞ്ഞ അയാള് പറഞ്ഞതുപോലെ നിന്നെ അയാള് ജോലിന്ന് പറഞ്ഞു വിടും. എല്ലാവരും ജോലിന്ന് പറഞ്ഞു വിടും. അപ്പോഴും അയാൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തും. അതിന് 2 കാരണങ്ങളുണ്ട്. കൈലാഷ് സാറിനോട് അയാൾ സമാധാനം പറയേണ്ടി വരും. പിന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ അയാൾക്ക് വീണ്ടും വീണ്ടും എന്നെ കഷ്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ഞാൻ എപ്പോഴായാലും അനുഭവിക്കേണ്ടതാ. ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം അയാൾ കണ്ടുപിടിക്കും. ഇതിപ്പോ അയാൾക്ക് എന്റെ മെക്കിട്ട് കയറാൻ ഒരു കാരണവും കിട്ടി. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളെല്ലാരും രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ കുറ്റം ഏറ്റെടുത്തത്. എന്നാലും ഞാൻ കാരണം നിനക്ക് വേദന അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ സാരല്ല സൗന്ദര്യ. ഈ ഗാർമെന്റ്സിൽ കാല് കുത്തിയ നിമിഷം മുതല് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതല്ലേ. നീ കാരണമാണോ? അല്ലല്ലോ. എന്റെ തലയില് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈശ്വരന്മാര്. എന്റെ അമ്മ എപ്പോഴും പറയും, ഒരുപാട് കരയിപ്പിച്ച അതിന്റെ ഇരട്ടിച്ചിരിക്കാനുള്ള അവസരങ്ങളും ദൈവം തരുന്നു. എനിക്കും എന്തെങ്കിലും സന്തോഷിക്കാനുള്ള അവസരം ദൈവം തരുമായിരിക്കും. അപ്പോഴും ഞാൻ ജീവനോട് ഉണ്ടായിരുന്ന മതിയായിരുന്നു. എന്റെ അടുത്ത് ഇങ്ങനെ നിക്കണ്ട. ആ കരുനാഗം കണ്ടുകൊണ്ട് വന്ന ഇതിനും എനിക്കായിരിക്കും ശിക്ഷ കിട്ടുക. ചെവി മാത്രല്ല വേദനിക്കുന്നത്, നെറ്റിയും തലയൊക്കെ വേദനിക്കുക. ഇതിലും കൂടുതൽ വേദന താങ്ങാൻ എനിക്ക് വയ്യ ജയന്തി ചേച്ചി. നിങ്ങൾ ചെല്ല്. എന്താ പ്രശ്നം? അവളുടെ 2 ചെവികളിലും ക്ലിപ്പ് കണ്ടില്ലേ? കരുനാഗ ഇട്ട് കൊടുത്തോ? എന്തിന്? കളിക്കുന്നതിനിടയിൽ നീ അവിടെ നിന്ന് പോയല്ലോ. ഞങ്ങളുടെ കഷ്ടകാലത്തിന് കരുനാഗ അത് കണ്ടുകൊണ്ട് വന്നു. എല്ലാവരെയും ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ നോക്കിയതാ. ഞങ്ങളെ രക്ഷിക്കാൻ പാറു ആ കുറ്റം ഏറ്റെടുത്തു. അവളെ പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. കൈലാഷ് സാറിന്റെ ഓർഡറുള്ളതല്ലേ. അതിന് അയാൾ കൊടുത്ത ശിക്ഷയാ ആ ക്ലിപ്പുകൾ.
ജോലി സമയം കഴിയുന്നതുവരെ അവൾ അതുമായിട്ട് നടക്കണം. ചെവിയുടെ അറ്റം വളരെ സെൻസിറ്റീവ് അല്ലേ? ഒടുക്കത്തെ വേദനയായിരിക്കും പാവം. അവൾ ഈ ഗാർമെന്റ്സിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയതല്ലേ അയാൾ. ഇതൊന്ന് അവസാനിപ്പിക്കാൻ ഒരു വഴിയുമില്ലേ പ്രിയ? ഇത് പാറുവിന്റെ ആണല്ലോ. ഇങ്ങതാ ഞാൻ കൊടുക്കാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഇല്ലടാ, ഞാനിപ്പോ ഓഫീസിലാ. ഈവനിങ്ങിലേ ഫ്രീ ആവൂ. ഈവനിങ്ങിൽ കാണാം. ആ, ഇപ്പൊ എത്തിയുള്ളൂ. അത് നമുക്ക് വൈകാതെ കൊടുക്കാം, അത് കുഴപ്പമില്ല. ആ, സ്പീഡപ്പ് ആക്കാം. പിന്നെ ആ ഡോക്യുമെന്റ്സ് ഒന്ന് അയച്ചേക്കാം. ഞാനത് ഒന്ന് നോക്കിയിട്ട് പറയാം. ആ, ഇന്ന് തന്നെ അയച്ചേക്കാം. ഡിലേ ആക്കണ്ട. ആ, ഓക്കെ ഓക്കെ, നമുക്ക് ഡിലേ ചെയ്യാം. ആ, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈവനിങ് നമുക്ക് കാണാം. അതൊന്നൊരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ല. ഹായ് സർ. ആ, ഹായ്. ആ, അപ്പോ സാറേ പറഞ്ഞ പോലെ ഇവിടെ ഒരു കൊലുസ്. എടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതാരുടെ? പാർവതിയുടെ ആണെന്ന് തോന്നുന്നു. അവളുടെ കൊലുസ് കളഞ്ഞു പോയെന്ന് പറയുന്ന കേട്ടായിരുന്നു. ആ, ഇത് അവൾക്ക് കൊടുത്തേക്ക്. അയ്യോ സാറേ, ഇതിന് നല്ല വെയിറ്റാ. ഈ വെയിറ്റ് എടുത്ത് തിരിച്ചു നടക്കാൻ വയ്യ. പാർവതി ഡൈനിങ് ഹാളിലുണ്ട്. സാറ് തന്നെ കൊടുത്തേക്ക്. ശരി പ്രിയ. ഏറ്റവും പകയുള്ള ജീവി ആരാണെന്ന് ചോദിച്ചാൽ നീ ചിലപ്പോൾ മൂർഖം പാമ്പാണെന്ന് പറയും. എന്നാലല്ല, ഏറ്റവും പകയുള്ള